ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എക്സാം ദ സിസ്റ്റം എക്സ്പോസ്ഡ് എന്ന തമിഴ് സീരീസ് ആണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. അമ്മയും രണ്ട് മക്കളും അടുത്തുള്ള നദിയിൽ നിന്നും മീൻ പിടിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതായിരുന്നു ആ അമ്മയുടെയും മകളുടെയും ജോലി. തന്റെ മകനെങ്കിലും നന്നായിട്ട് പഠിച്ചൊരു ഗവൺമെന്റ് ജോലി വാങ്ങിക്കണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് മീൻ പിടിക്കുന്ന ജോലിയൊന്നും തന്നെ തന്റെ മകനെ കൊണ്ട് അവർ ചെയ്യിച്ചില്ല. പക്ഷെ ഒരു ദിവസം മീൻ പിടിക്കുന്നതിനിടയ്ക്ക് ഈ അമ്മയാകട്ടെ കിട്ടിയൊരു മീനിനെ തന്റെ വായിലേക്ക് വെച്ചിട്ട് അടുത്ത മീനിന് വേണ്ടിയിട്ട് ചൂണ്ട കൊടുത്തിടാൻ തുടങ്ങി. എന്നാൽ ഇവരുടെ വായിലിരുന്ന ആ മീനാകട്ടെ പെട്ടെന്ന് ഇവരുടെ തൊണ്ടയിലേക്ക് ഇറങ്ങുകയും തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി ഇവർ മരിക്കുകയും ചെയ്തു. അതോടുകൂടി ആ രണ്ട് കുട്ടികളും അനാഥരായി. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. തലവങ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ DSP ആയിരുന്നു മരമല്ലി. മരമല്ലിക്ക് പെട്ടെന്ന് ഉദകമല ഡിസ്ട്രിക്റ്റിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു. ഭർത്താവുമായിട്ട് അകന്നു കഴിയുന്ന മല്ലിക്ക് ഒരു മകളുണ്ട്. മകളെ അമ്മയുടെ അടുത്താക്കിയ ശേഷമാണ് പുതിയ സ്ഥലത്തേക്ക് ചാർജ് എടുക്കാൻ മരമല്ലി പോകുന്നത്. എന്നാൽ മല്ലിയെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവർ പോകുന്ന റൂട്ടില് അവളെ ഫോളോ ചെയ്ത് ആരോ പോകുന്നു. ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ച് പോലീസുകാരൻ ഉറക്കമായത് കാരണം മല്ലി വണ്ടി നിർത്തി പുറത്തിറങ്ങി ഗേറ്റ് ഓപ്പൺ ചെയ്ത് തനിയെ വണ്ടിയും എടുത്ത് പോകുന്നു. എന്നാൽ പെട്ടെന്ന് ബാക്കിൽ നിന്നും ജാൻസി എന്ന് പറയുന്നൊരു യുവതി മല്ലിയെ ആക്രമിക്കുന്നു. മല്ലിക്കുടനെ ട്രാൻസ്ഫർ കിട്ടുമെന്നും അവൾ ഉദകമലയിലേക്ക് ജോയിൻ ചെയ്യാൻ വരുമെന്നും എല്ലാം തന്നെ മുൻകൂട്ടി അറിയാവുന്ന ചിലരായിരുന്നു മല്ലിയെ തട്ടിക്കൊണ്ടുപോയത്. ജാൻസിയുടെ ഈ പ്ലാനിങ്ങിൽ അവളെ സഹായിക്കുന്നത് ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ്. മല്ലി ജോയിൻ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ആൾമാറാട്ടം നടത്തി ജാൻസിക്ക് DSP ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം അവർ ചെയ്തത്. തങ്ങളുടെ കൂട്ടത്തിലെ മണിയെന്നും മാമിയെന്നും പറഞ്ഞവർ വിളിക്കുന്ന രണ്ടുപേരെ കുറച്ച് സാധനങ്ങളുമായിട്ട് ക്വാർട്ടേഴ്സിലേക്ക് അയക്കുന്നു. രാവിലെ തന്നെ മരമല്ലി മാഡം ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമെന്നും മാഡത്തിന്റെ സാധനങ്ങളാണിതെന്നും പറയുന്നു. പോലീസുകാരനായ ഇളങ്കോവൻ സ്റ്റേഷനിൽ നിന്നും താക്കോല് വാങ്ങിച്ചുകൊള്ളാൻ അവരോട് പറയുകയും ചെയ്തു. ഡിപ്പാർട്ട്മെന്റിലെ റെക്കോർഡ്സ് ഹാക്ക് ചെയ്ത് മല്ലിയുടെ സ്ഥാനത്ത് ജാൻസിയുടെ ഡീറ്റെയിൽസ് അവർ കയറ്റുകയും ചെയ്തു. യഥാർത്ഥത്തിൽ DSP മല്ലിക്ക് താമസിക്കാൻ വേണ്ടി പോലീസുകാർ കൊടുത്തിരുന്ന അതേ ക്വാർട്ടേഴ്സിലേക്ക് തന്നെയാണ് മല്ലിയും തട്ടിക്കൊണ്ട് ഇവർ പോകുന്നത്. എന്നാൽ മല്ലിയെ അവിടെ ഒരു റൂമില് ചങ്ങലക്കിടാനായിരുന്നു ഇവരുടെ തീരുമാനം. അതിനുവേണ്ടി ജാൻസിയുടെ ആൾക്കാര് അവിടെ ഒരു റൂം സൗണ്ട് പ്രൂഫ് ആക്കുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും മല്ലിയും കൊണ്ട് ജാൻസി ക്വാർട്ടേഴ്സിലേക്ക് എത്തി. ബാക്ക് സീറ്റിൽ കെട്ടിയിട്ടിരുന്ന മല്ലിയെ ആരും തന്നെ കണ്ടില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ മകളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു മല്ലി അവർ അവിടെ പൂട്ടിയിട്ടത്. കൂടാതെ മല്ലിയുടെ അമ്മ അവളെ തേടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മല്ലിയെ ഭീഷണിപ്പെടുത്തി അവളുടെ അമ്മയെ വിളിക്കുന്നു. താൻ ഒരു സീക്രട്ട് ഓപ്പറേഷന് വേണ്ടി വന്നിരിക്കുകയാണെന്നും കുറച്ചു ദിവസത്തേക്ക് താൻ വിളിക്കില്ല എന്നും പറയുന്നു. എന്നിട്ട് മല്ലിയുടെ സ്ഥാനത്തേക്ക് അവളുടെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് ആ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ജാൻസി പോകാൻ റെഡിയാകുന്നു. ശരിക്കും ഇവർ കുറെ നാളുകളായി തുടങ്ങിയ പ്ലാനിംഗ് ആയിരുന്നു. ഒരു പോലീസ് ഓഫീസർ ആകാനുള്ള എല്ലാ ട്രെയിനിങ്ങും ജയചന്ദ്രൻ നേരത്തെ തന്നെ ജാൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള മറ്റു പോലീസുകാരെ എല്ലാം സംബന്ധിച്ച് ജാൻസി ഇപ്പോൾ അവർക്ക് മരമല്ലിയാണ്. രാവിലെ തന്നെ പുതിയ DSP കൂട്ടിക്കൊണ്ടുപോകാൻ അവിടുത്തെ കോൺസ്റ്റബിളും ഡ്രൈവറുമായ ശക്തിവേൽ വരുന്നു. തന്റെ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ജാൻസിക്ക് SP ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. എന്നാൽ ആ SP ഓഫീസിൽ യഥാർത്ഥ മരമല്ലി അറിയാവുന്ന 2 പേരുണ്ട്. അവർ 2 പേരെയും ജാൻസി അവിടെ ജോയിൻ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് മാറ്റിയെങ്കിൽ മാത്രമേ ജാൻസിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ മരമല്ലിയായിട്ട് അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറ്റൂ. അവിടുത്തെ SPയുടെ പേര് വിനോദ് എന്നായിരുന്നു. അയാൾ ഒരു നോർത്ത് ഇന്ത്യക്കാരനാണ്. അതേ SP ഓഫീസിൽ ഇൻസ്പെക്ടറായിട്ടിരിക്കുന്ന ശേഖർ എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്നാൽ അയാൾക്ക് യഥാർത്ഥ മരമല്ലി അറിയാം. ഉറപ്പായിട്ടും നീ അയാളെ കണ്ടു കഴിഞ്ഞാൽ നീ മരമല്ലി അല്ലാന്ന് അയാൾ തിരിച്ചറിയുമെന്ന് ജയചന്ദ്രൻ പറയുന്നു. പക്ഷെ അയാൾ ഇന്ന് സ്റ്റേഷനിലേക്ക് വരില്ല. കാരണം തലേന്ന് രാത്രി തന്നെ ജയചന്ദ്രന്റെ ആൾക്കാര് അയാൾക്കൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അയാൾ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റിലാണ്. മരമല്ലി അറിയാവുന്ന രണ്ടാമത്തെ ആളുടെ പേര് ചെഴിയാൻ എന്നാണ്. അയാൾ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. എന്നാൽ അയാൾ രാവിലെ തന്നെ റൗണ്ട്സിന് പോകും. ആ സമയത്ത് വേണം നീ SP ഓഫീസിൽ പോയി ജോയിൻ ചെയ്യാനെന്ന് ജയചന്ദ്രൻ ജാൻസിയോട് പറയുന്നു. അഞ്ചിത പ്രകാരം ആക്സിഡന്റ് ആയ കാരണം ശേഖരനും വന്നില്ല. ചെടിയാൻ റൗണ്ട്സിന് പോകാൻ ഇറങ്ങുകയും ചെയ്തു. കറക്റ്റ് ആ സമയത്ത് തന്നെ ജാൻസി SP ഓഫീസിലേക്ക് വരുന്നു. എന്നാൽ അതിനിടയ്ക്ക് പുറത്തേക്ക് പോയ ചെടിയാനെ പുതിയ DSP ജോയിൻ ചെയ്യുന്നത് കാരണം SP വീണ്ടും തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. ജാൻസി കുറച്ച് പേടിയോടുകൂടി SPയുടെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ചെടിയാൻ അവിടേക്ക് കടന്നു വരുന്നത്. SP ആകട്ടെ ജാൻസിയെ നോക്കി പറയുന്നുണ്ട്, ഇതാണ് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന മരമല്ലി എന്ന് പറയുന്ന DSP എന്ന്. ചെടിയാൻ കുറച്ച് സംശയത്തോടു കൂടി ജാൻസി ഒന്ന് നോക്കി. പക്ഷെ ജാൻസി അധികം അയാൾക്ക് മുഖം കൊടുക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ സൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് പോയി. ചെടിയാൻ ജാൻസിയോടൊന്നും ചോദിക്കാനോ സംസാരിക്കാനോ നിന്നില്ല. അവിടെ സൈൻ ചെയ്തിട്ട് ജാൻസി തന്റെ സ്റ്റേഷനിലേക്ക് പോകുന്നു. തൈക്കാര എന്നായിരുന്നു അവളുടെ സ്റ്റേഷന്റെ പേര്. ബോസ് ആ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ജാൻസിയുടെ കയ്യിലായിരിക്കും. അവിടെ അവൾക്ക് മുകളിലായിട്ട് വേറെ ഓഫീസേഴ്സ് ആരുമില്ല. അവിടെയുള്ള പോലീസുകാർക്കാർക്കും മരമല്ലിയെ കണ്ടു പരിചയമില്ല. അതുകൊണ്ട് അവരെല്ലാം സംബന്ധിച്ച് ജാൻസി തന്നെയായിരിക്കും മരമല്ലി. ജാൻസി അവിടെ സ്വീകരിക്കുന്നത് ഇൻസ്പെക്ടർ ഇളങ്കോവനായിരുന്നു. ജാൻസി ജോയിൻ ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ പല കേസുകളും ജാൻസിയുടെ അടുത്തേക്ക് വരുന്നു. അതിനിടയ്ക്ക് ഒരു വക്കീലും വരുന്നുണ്ട്. നേരത്തെ നടന്ന എന്തോ കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ജാൻസിയെ സംബന്ധിച്ച് അവൾ ഇവിടേക്ക് വന്നത് മറ്റൊരു മിഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വേറെ കേസുകളൊന്നും കൈകാര്യം ചെയ്യാൻ ജാൻസിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ ഇളങ്കോവനോട് പറയുന്നുണ്ട്, ഇവിടെ വരുന്ന എല്ലാ കേസുകളും ഇളങ്കോവൻ തന്നെ കൈകാര്യം ചെയ്താൽ മതിയെന്നും താൻ ഇവിടേക്ക് വന്നത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണെന്നും. അന്ന് സ്റ്റേഷനിലേക്ക് വന്ന ആ വക്കീലിന്റെ അനിയനായിരുന്നു ആകാശ് എന്ന് പറയുന്ന ഇയാൾ. അയാൾ ഒരു ചാനലിന്റെ റിപ്പോർട്ടറായിരുന്നു. പുതിയ DSP വന്ന സ്ഥിതിക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആകാശ് വന്നത്. എന്നാൽ തന്റെ ഫോട്ടോസോ വീഡിയോസോ പുറത്തുപോയി കഴിഞ്ഞാൽ താൻ മരമല്ലി അല്ല എന്ന് ആൾക്കാർ തിരിച്ചറിയുമെന്ന് പേടിയുള്ളത് കാരണം ജാൻസി ഒരു തരത്തിലുള്ള ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ
ആകാശിനെ അനുവദിച്ചില്ല. അത് കാരണം ആകാശിന് ജാൻസിയുടെ സംസാരത്തിലും പ്രവർത്തികളിലും എന്തൊക്കെയോ ഡൗട്ട് തോന്നാൻ തുടങ്ങി. ജാൻസിയുടെ ഡ്രൈവറായിട്ട് കൂടെ ഉണ്ടായിരുന്ന ശക്തിവേലിന്റെ മകൾ ശ്രീനിധിയാകട്ടെ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയായിരുന്നു. ജാൻസിയുടെ മേൽ സംശയം തോന്നിയ ആകാശ് ജാൻസിയെ ഫോളോ ചെയ്ത് ആ ക്വാർട്ടേഴ്സിലേക്ക് വരുന്നു. ജാൻസിയും മണിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആകാശ് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നു. യഥാർത്ഥ മരമല്ലി ജാൻസി അല്ലാന്ന് ആകാശിന് മനസ്സിലായി. ആകാശ് പെട്ടെന്ന് ഫോണില് മറ്റൊരാളെ വിളിച്ച് ഇതൊക്കെ പറയാൻ തുടങ്ങിയായിരുന്നു. പെട്ടെന്ന് ജാൻസി ആകാശിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നു. ആകാശ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ജാൻസിക്ക് മനസ്സിലായി. അവിടെയാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വീണ്ടും കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. മീൻ തൊണ്ടയിൽ കുടുങ്ങി അമ്മ മരിച്ചത് കാരണം അനാഥരായ ആ രണ്ടു കുട്ടികളും സ്വന്തമായിട്ട് മീൻ പിടിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ജീവിക്കാൻ ആരംഭിച്ചു. ആ പയ്യനാകട്ടെ തന്റെ പഠിത്തമൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മയുടെ കയ്യിൽ നിന്നും സ്ഥിരമായിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആകട്ടെ ഇവരോട് വന്ന് സംസാരിക്കുന്നു. നിന്റെ അമ്മയുണ്ടായിരുന്നപ്പോൾ എന്റെ മകന്റെ വിവാഹത്തിന് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മകന്റെ വിവാഹത്തിന് വിളിക്കാനാ വന്നതെന്ന് അവർ പറയുന്നു. അവരുടെ മകൻ IPS ഓഫീസർ ആയിരുന്നു. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയും വലിയ പദവിയിലുള്ള ആളാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഈ പയ്യന് ആകെ കൺഫ്യൂഷനായി. എന്നാൽ കുറെ നാളുകൾക്ക് മുമ്പ് ഇവരാകട്ടെ അവനോടും അമ്മയോടും പറഞ്ഞിരുന്നത് തങ്ങളുടെ മകൻ പഠിപ്പിലൊക്കെ പിന്നോട്ടായതുകൊണ്ട് നല്ല ജോലിയൊന്നും കിട്ടിയിട്ടില്ല, അത് കാരണം നല്ല ആലോചനകളൊന്നും വരുന്നില്ല എന്നുമാണ്. എന്നാൽ അയാൾ പെട്ടെന്ന് IPS ഓഫീസർ ആയിരിക്കുന്നു. അതെങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ ആ സ്ത്രീയോട് കാര്യം തിരക്കുന്നു. അപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത് അതൊക്കെ കുറുക്ക് വഴിയിൽ കാശ് കൊടുത്ത് ഞങ്ങൾ നേടിയെടുത്തതാണെന്ന്. കഷ്ടപ്പെട്ട് തന്നെ പോലെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കാർക്കും എവിടെ എത്താൻ പറ്റുന്നില്ല. പണക്കാരായ ആൾക്കാര് കുറുക്ക് വഴിയിൽ വലിയ വലിയ ഓഫീസർ ആകുന്നു. അതാ പയ്യന് വലിയൊരു ഞെട്ടലായിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. തന്റെ കള്ളത്തരങ്ങൾ ആകാശ് മനസ്സിലാക്കിയെന്ന് അറിഞ്ഞതോടുകൂടി ജാൻസിയും കൂടി ഉണ്ടായിരുന്നവരും ചേർന്നിട്ട് ആകാശിനെയും അവിടെ കിഡ്നാപ്പ് ചെയ്ത് വെക്കുന്നു. ജാൻസിക്ക് അവിടെ ഒരു കുക്കു കൂടി ഉണ്ടായിരുന്നു. മാരിമുത്തു എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് സംസാരിക്കാനോ കേൾക്കാനോ സാധിക്കില്ലായിരുന്നു. അത് കാരണം ആംഗ്യ ഭാഷയിലായിരുന്നു എപ്പോഴും ജാൻസിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയം ന്യൂസിൽ വരാനിരിക്കുന്ന ഗവൺമെന്റ് എക്സാമുകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ, DSP, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പഞ്ചായത്ത്, അങ്ങനെ കുറേയധികം എക്സാമുകളായിരുന്നു വരാനിരിക്കുന്നത്. ഈ മാസം 24-ാം തീയതി പ്രിലിമിനറി എക്സാം നടക്കാനിരിക്കുകയാണ്. ഈ ന്യൂസ് കണ്ടതും ജാൻസി നേരെ മല്ലിയോട് പോയി സംസാരിക്കുന്നു. 3 വർഷം മുമ്പ് രാമക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നിനക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. ആ സമയം അവിടെ എക്സാം എഴുതിയ 95% ആൾക്കാരും ജയിച്ചു. ആ എക്സാം സെന്ററിന്റെ ഡ്യൂട്ടിയും അന്ന് മല്ലിക്കായിരുന്നു. ഇപ്പൊ അതേ ഗവൺമെന്റ് എക്സാമിന്റെ അടുത്ത സൈക്കിളാണ് ഈ ഉദകമലയിൽ നടക്കാൻ പോകുന്നത്. കറക്റ്റ് ആ സമയത്ത് തന്നെ ഈ ഏരിയയിലേക്ക് മല്ലിക്ക് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നു. അതിനർത്ഥം ഇവിടെയോ എന്തൊക്കെയോ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. എക്സാമിൽ എന്തൊക്കെയോ തിരുമറി നടത്താൻ വേണ്ടിയിട്ടാണ് മല്ലി ആരോ ഈ പല സ്ഥലങ്ങളിലേക്കും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ജാൻസി ചോദിക്കുമ്പോൾ മല്ലി പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നതിനേക്കാളും ഒക്കെ വലിയ ഭീഷണിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. നിങ്ങൾ എന്റെ കുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താറേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്റെ കുട്ടിയെ റിയൽ ആയിട്ട് ആ ആൾക്കാർ കൊല്ലും. അത് ആരാണെന്നും തനിക്ക് അറിയില്ല എന്ന് മല്ലി പറയുന്നു. മല്ലിക്ക് ഓരോ സ്ഥലത്തേക്ക് ഇതുപോലെ കറക്റ്റ് സമയത്ത് ട്രാൻസ്ഫർ വരും. ട്രാൻസ്ഫറായി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ മല്ലിയുടെ ഫോണിലേക്ക് അൺനോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരും, പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഭീഷണി. മല്ലി ഇത് പറഞ്ഞുകൊണ്ട് നിന്ന സമയത്ത് തന്നെ ജാൻസിയുടെ കയ്യിലിരുന്ന മല്ലിയുടെ ഫോണിലേക്ക് ആ മെസ്സേജ് വരുന്നു. മല്ലിയോട് പറയുന്ന കാര്യങ്ങൾ മല്ലി ചെയ്യുന്നതിന് പകരമായിട്ട് ഇതിന്റെ പിന്നിലുള്ള ആൾക്കാര് മല്ലിക്ക് കാശ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കാശ് ഇപ്പോൾ പുറത്തെടുക്കുന്ന മല്ലിയുടെ വണ്ടിയുടെ ഡിക്കിയിലുണ്ടെന്നാണ് ആ മെസ്സേജ് വന്നിരിക്കുന്നത്. അവർ പോയി ചെക്ക് ചെയ്യുമ്പോൾ പറഞ്ഞ പ്രകാരം അവിടെ കാശുണ്ടായിരുന്നു. ഇതോടെ അവർക്ക് മനസ്സിലായി മല്ലിയും ഈ ഒരു കെണിയിൽ പെട്ടിരിക്കുകയാണെന്ന്. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് മല്ലിക്കും അറിയില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ ജയചന്ദ്രനെയും ജാൻസി അറിയിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും അവരവരുടെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. മല്ലിയെ ഭീഷണിപ്പെടുത്തുന്ന ഈ ആൾക്കാർക്ക് എന്തായാലും ഇതുവരെ അറിവ് കിട്ടിയിട്ടില്ല. മല്ലിയുടെ ഫോൺ ജാൻസിയുടെ കയ്യിലാണെന്നും ജാൻസിയാണ് മല്ലിക്ക് പകരം ആ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുള്ളതെന്നും. എക്സാമിൽ നടക്കുന്ന ഈ തിരിമറി എവിടെയാണ് സംഭവിക്കുന്നതെന്ന് ഇതുവരെയും ഇവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവർ അന്വേഷണം ആരംഭിക്കുന്നത് കോച്ചിങ് സെന്റേഴ്സിൽ നിന്നാണ്. അത് അന്വേഷിക്കാൻ പുറത്തേക്കിറങ്ങുന്ന സമയത്താണ് ശക്തിവേലിന്റെ മകൾ ശ്രീനിധിയെ ജാൻസി പരിചയപ്പെടുന്നത്. ആ കുട്ടിയും DSP ആകണമെന്ന് ആഗ്രഹിച്ചായിരുന്നു പഠിക്കുന്നത്. പല കോച്ചിങ് സെന്ററിലും അന്വേഷിച്ചു നടക്കുകയായിരുന്നു ജാൻസി. ആ സമയം ഒരു കോച്ചിങ് സെന്ററിന്റെ പുറത്ത് 2 പിള്ളേരെ നിൽക്കുന്ന കാണുന്നു. അവരോട് സംസാരിക്കുമ്പോൾ ജാൻസിക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ സ്ഥലം ഇവിടെയല്ല എന്നും അവർ കുറെ ദൂരെ നിന്നാണ് ഇവിടെ വന്ന് കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നതെന്നും. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നല്ല കോച്ചിങ് ആണെന്നാണ് അവർ മറുപടി പറയുന്നത്. അവരാകട്ടെ ക്ലാസ്സിൽ കയറാതെ പുറത്തു നിൽക്കുന്ന എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി പഠിച്ച സിലബസ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാ കയറാത്തതെന്ന് പറയുന്നു. ആ സിലബസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ജാൻസി ചോദിച്ചതും അവർക്ക് അതിന് ഉത്തരം പറയാൻ അറിയില്ലായിരുന്നു. ഇവരുടെ ബിഹേവിയറിൽ എന്തൊക്കെയോ ഡൗട്ട് ജാൻസിക്ക് തോന്നി. അതിനുശേഷം ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരുള്ള ആ കോച്ചിങ് സെന്ററിന്റെ ഉടമയായ രാജേഷിനെ ജാൻസി പോയി കാണുന്നു. ഇതേ കോച്ചിങ് സെന്ററിൽ നിന്ന് തന്നെയായിരുന്നു ജാൻസിയുടെ മുകളിലിരിക്കുന്ന ഇപ്പോഴുള്ള SP ആയ വിനോദും പഠിച്ചിറങ്ങിയത്. രാജേഷിന്റെ സംസാരത്തിൽ എന്തൊക്കെയോ ഡൗട്ടുകൾ ജാൻസിക്ക് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഇയാളുടെ സംസാരം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഡിവൈസ് ജാൻസി അവിടെ പ്ലേസ് ചെയ്യുന്നു. ഇനി അയാൾ അവിടെ ഇരുന്ന് ആരെയൊക്കെ വിളിച്ചാലും ആരോടൊക്കെ സംസാരിച്ചാലും അത് ജാൻസിക്കും കേൾക്കാമായിരുന്നു. അയാൾക്ക് അവിടെ താരാന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റ് കൂടി ഉണ്ടായിരുന്നു. എക്സാം നടക്കാൻ പോകുന്ന ജാൻസി ജോലി ചെയ്യുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് എന്താണെങ്കിലും ഈ ക്രൈം നടക്കാൻ പോകുന്നത്. അത് കാരണം ഈ ഡിസ്ട്രിക്റ്റിലേക്ക് കയറുന്ന എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യാനും ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ഇളങ്കോവനോട് ജാൻസി പറയുന്നു. അതിനിടയിൽ ജാൻസിയുടെ കയ്യിലുള്ള മല്ലിയുടെ ഫോണിലേക്ക് ആ ആക്സിഡന്റ്
ആക്സിഡന്റ് ആയ ശേഖർ എന്ന് പറയുന്ന പോലീസുകാരന്റെ കോള് വരുന്നു. അയാൾക്ക് ഓൾറെഡി മല്ലിയെ അറിയാവുന്നതാണല്ലോ. അത് കാരണം കോൾ അറ്റൻഡ് ചെയ്താൽ പണിയാകുമെന്ന് ജാൻസിക്ക് മനസ്സിലായി. ജാൻസി അയാൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു. താൻ കുറച്ച് ബിസിയാണെന്നും ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്നും പറയുന്നു. ശേഖറിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ടായിരുന്നു. സാധാരണ അവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മല്ലി അയാളെ വന്ന് കാണുന്നതാണ്. എന്നാൽ ഈ തവണ കാണാനോ സംസാരിക്കാനോ ഒന്നോ കൂട്ടാക്കിയിട്ടില്ല. അതിനിടയ്ക്ക് റിപ്പോർട്ടറായ ആകാശിന്റെ വീട്ടിലും അയാളുടെ സഹോദരന്മാർ ടെൻഷനിലായിരുന്നു. ആകാശിന്റെ ചേട്ടൻ വക്കീലായിരുന്നല്ലോ. അവസാനമായിട്ട് ആകാശ് DSPയുടെ ഇന്റർവ്യൂ എടുക്കാൻ പോയതാണെന്ന് മാത്രമേ ഇവർക്കറിയൂ. പിന്നീട് എങ്ങോട്ട് പോയെന്ന് അവർ അന്വേഷിക്കാൻ ആരംഭിച്ചു. ജാൻസി പോയ ശേഷം ആ രാജേഷ് ആകട്ടെ താരയോട് സംസാരിക്കുന്നത് ഇവർ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ DSP ഒന്ന് സൂക്ഷിക്കണമെന്നും ഇവർ വേറെന്തോ ഉദ്ദേശത്തിലാണ് ഇവിടേക്ക് വന്നതെന്നും. ശരിക്കും ഇവിടെ നടക്കുന്ന സ്കാം എന്തെന്നാൽ ചോദ്യപേപ്പർ ലീക്കിംഗ് അല്ലായിരുന്നു. നേരത്തെ തന്നെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പാസ്സാക്കേണ്ട കുട്ടികളെ സെലക്ട് ചെയ്യുകയായിരുന്നു. പക്ഷെ എങ്ങനെയാണ്, എവിടെ വെച്ചാണ് ഈ ക്രൈം നടക്കുന്നതെന്നും എങ്ങനെയാണ് ഈ കുട്ടികളെ പാസ്സാക്കുന്നതെന്നുമാണ് ജാൻസിക്ക് കണ്ടെത്തേണ്ടിയിരുന്നത്. ജാൻസി അതിനുശേഷം പോകുന്നത് ഒരു ചാരിറ്റി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ്. അവിടെ ഫ്രീ ആയിട്ടായിരുന്നു കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ സെന്ററിന്റെ MDയുടെ പേര് കുമരേശൻ എന്നായിരുന്നു. അയാള് മരത്തിന്റെ ചുവട്ടിൽ നിന്ന് കുറെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ കുമരേശന്റെ കോൾ ഹിസ്റ്ററി മുഴുവൻ എടുക്കാനുള്ള ഏർപ്പാടും ജാൻസി ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ജാൻസിയുടെ സ്റ്റേഷനിലെ ഇളങ്കോവൻ എന്ന് പറയുന്ന ആ പോലീസുകാരനും SP ഓഫീസിൽ ജോലി ചെയ്യുന്ന ചെഴിയ എന്ന് പറയുന്ന പോലീസുകാരനും പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ജാൻസി ജോയിൻ ചെയ്യാൻ വന്ന സമയത്ത് ചെഴിയന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ചായിരുന്നല്ലോ ജാൻസി രക്ഷപ്പെട്ടു പോയത്. മല്ലിയെ പണ്ട് കണ്ട് പരിചയമുണ്ടായിരുന്ന അയാൾക്ക് മല്ലിയുടെ പേരിൽ ജാൻസി വന്നിട്ട് അന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അയാള് ഇളങ്കോവനോട് നിങ്ങളുടെ പുതിയ DSP എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാഡം സൂപ്പറാണ്, പക്ഷെ വന്ന പാടെ കേസുകൾ മുഴുവൻ എന്നോട് കൈകാര്യം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. മാഡം എന്തോ വലിയ മിഷന്റെ പിറകെയാണെന്നും ഇളങ്കോവൻ ചെഴിയാനോട് പറയുന്നു. അപ്പോഴും ചെഴിയാന്റെ മനസ്സിൽ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് തന്റെ മകൾ വീട്ടിൽ നിന്നും പോയ ശേഷം ഒരു തവണയല്ലാതെ പിന്നീട് കോളൊന്നും ചെയ്യാത്ത കാരണം ആകെ ടെൻഷനായിട്ട് മല്ലിയുടെ അമ്മയും മല്ലിയുടെ മകളും മല്ലിക്ക് ട്രാൻസ്ഫർ കിട്ടിയ ഈ സ്റ്റേഷനിലേക്ക് വരുന്നു. ഇടയ്ക്കിടയ്ക്ക് മരമല്ലിയുടെ ഫോണിലേക്കും അവർ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം ഫോൺ കയ്യിലുണ്ടായിരുന്ന ജാൻസി ആകട്ടെ ആ കോൾ എടുക്കാതെ തന്നെ വെച്ചിരിക്കുകയാണ്. തന്റെ ഫോണിൽ നിന്നും മണിയെ വിളിച്ചിട്ട് ജാൻസി പറയുന്നുണ്ട് ഈ മരമല്ലിയുടെ ഫോണിലേക്ക് ചന്ദ്ര എന്ന് പറയുന്ന ആരോ കുറെ ആയിട്ട് വിളിക്കുന്നുണ്ട്, അതാരാണെന്നും നോക്കാൻ. പക്ഷെ ആ ഒരു കാര്യം പറഞ്ഞ ശേഷമാണ് ജാൻസി ചിന്തിക്കുന്നത് തന്റെ കൂടെ ശക്തിവേൽ ഇരിപ്പുണ്ടല്ലോ എന്ന്. ശക്തിവേൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ജാൻസി പേടിക്കുന്നു. എന്നാൽ ശക്തിവേല് ജാൻസി ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അയാൾ ഡ്രൈവിംഗിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. മരമല്ലിയുടെ ഫോണിലേക്ക് അവളുടെ അമ്മയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ശക്തിവേലിനെ സംബന്ധിച്ച് തന്റെ കൂടെ ഇരിക്കുന്നത് മരമല്ലിയാണല്ലോ. അപ്പൊ പിന്നെ അവള് പറയുന്ന ആ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശക്തിവേലിന് സംശയം തോന്നേണ്ടതാണ്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ശക്തിവേൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. ജാൻസി നേരെ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവൾക്ക് എല്ലാം ആലോചിച്ചിട്ട് ആകെ തലപെരുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്താണ് തന്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് മല്ലിയുടെ അമ്മയും മല്ലിയുടെ മകളും വരുന്നത്. ശക്തിവേൽ വന്ന് ജാൻസിയോട് പറയുന്നുണ്ട് മാഡത്തിന്റെ അമ്മയും മകളും വന്നിട്ടുണ്ടെന്ന്. അത് കേട്ടതും ജാൻസി വല്ലാതെ പേടിച്ചു. താനും അവരും സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസുകാർക്ക് മനസ്സിലാവും താൻ മല്ലിയല്ല എന്നും ആൾമാറാട്ടം നടത്തി വന്നതാണെന്നും. എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യുമെന്ന് ആലോചിച്ച് പേടിച്ചു നിൽക്കുകയായിരുന്നു ജാൻസി. അവിടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വീണ്ടും പഴയ സ്റ്റോറിയാണ് കാണിക്കുന്നത്. മീൻവെറ്റി നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എങ്ങും എത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ആ പയ്യനാകട്ടെ കല്യാണം വിളിച്ച ആ സ്ത്രീയുടെ വീട്ടിൽ പോയി തന്റെ അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും നാട്ടില് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരാൻ പറയുന്നു. അങ്ങനെ അവരുടെ ഹെൽപ്പോടുകൂടി ആ പയ്യൻ തന്റെ സഹോദരിയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നു. മല്ലിയുടെ അമ്മയും മകളും തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ജാൻസി പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ മല്ലിമാമിന്റെ കൂടെ ജോലി ചെയ്യുന്നതാണെന്നും മാമിന്റെ സീക്രട്ട് ഓപ്പറേഷനിലാണ്, അത് കാരണം പുറത്ത് ആരോടും മാമിനെ പറ്റി സംസാരിക്കരുതെന്നും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും. മല്ലിയുടെ അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാതിരിക്കുകയായിരുന്നു. ഞാൻ മാമിനെ ഫോണിൽ വിളിച്ചു തരാം, നിങ്ങൾ എന്റെ കൂടെ വരുന്നതാ നല്ലതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവരെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നു. മല്ലിയുടെ മകളെയും വാ മോളെന്ന് പറഞ്ഞിട്ട് ജാൻസി പോയി എടുക്കുന്നുണ്ട്. എന്നാൽ ആ കുട്ടി ആദ്യം ജാൻസിയുടെ വലിയ അടുപ്പൊന്നും കാണിച്ചില്ല. ഇത് ഇളങ്കോവന് ശ്രദ്ധിക്കുന്നു. DSPയുടെ മകളാണെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ടാണ് DSPയുടെ അടുപ്പം കാണിക്കാത്തതെന്ന് ഇളങ്കോവൻ ചിന്തിക്കുന്നു. മല്ലിയുടെ അമ്മയും മകളും വന്ന കാര്യം ജാൻസി തന്റെ വീട്ടിലുള്ള മണിയോട് പറയുന്നു. കൂടാതെ അവരെ ജാൻസി കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ജാൻസിയുടെ കൂടെയുള്ള മാമി ഉണ്ടായിരുന്നു. ഇവിടെ റിപ്പോർട്ടർ ആകാശിന്റെ ഫാമിലി ആകാശിന്റെ മിസ്സിങ്ങിനെ പറ്റി അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ആകാശ് അവസാനമായിട്ട് DSPയാണ് കാണാൻ പോയതെന്നും ആകാശിന്റെ ഫോൺ ഓഫ് ആയത് DSPയുടെ ക്വാർട്ടേഴ്സിന്റെ അടുത്ത് വെച്ചാണെന്നും. തൽക്കാലം മല്ലിയുടെ അമ്മയും മകളെയും സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ജാൻസിയും കൂട്ടരും ചേർന്നിട്ട് മല്ലിയെ കൊണ്ട് ഒരു വീഡിയോ കോൾ ചെയ്യിക്കുന്നു. ഭീഷണിപ്പെടുത്തി ചെയ്തുകൊണ്ട് തന്നെ മല്ലി അവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. താൻ സീക്രട്ട് ഓപ്പറേഷനിലാണെന്നും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ നിങ്ങളെ വന്ന് കാണാമെന്നും പറയുന്നു. ചെവി കേൾക്കാൻ കഴിയാത്ത മാരിമുത്തുവിന് ജാൻസിയാകട്ടെ ഒരു ഹിയറിംഗ് എയ്ഡ് സമ്മാനമായി നൽകുന്നു. അതോടുകൂടി ജാൻസി സംസാരിക്കുന്നതൊക്കെ അയാൾക്ക് നന്നായിട്ട് കേൾക്കാമായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ആഹാരവുമായിട്ട് മാരിമുത്തു മല്ലി പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നു. ആംഗ്യ ഭാഷയിൽ അവളോട് ഇത് മുഴുവൻ കഴിക്കണമെന്ന് പറയുന്നു. എന്നാൽ അവളാകട്ടെ ആ ആഹാരം കഴിക്കാതെ അത് ബാത്റൂമിലേക്ക് തട്ടുന്നു. അവളുടെ കാലിൽ ചങ്ങലയിട്ടിരുന്നത് കൊണ്ട് തന്നെ ബാത്റൂമിന്റെ അടുത്തേക്കും ഫുഡ് ഇരിക്കുന്ന അടുത്തേക്കും മാത്രമേ അവൾക്ക് പോകാൻ പറ്റുമായിരുന്നുള്ളൂ. ഫുഡ് മുഴുവൻ കളഞ്ഞ ശേഷം മല്ലി ആ പ്ലേറ്റ് തല്ലി പൊട്ടിക്കുന്നു. എക്സാം നടക്കുന്നിടം വരെ ആ ഏരിയയിലുള്ള റിസോർട്ടുകളിലും ഹോട്ടലിലും എല്ലാം തന്നെ പുറത്തുനിന്ന് വന്ന് തങ്ങുന്ന
ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇളങ്കോവൻ പോയി ശേഖരിക്കുന്നു. എന്നാൽ ഒരു റിസോർട്ടുകാര് ഇത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. മാനേജറിന്റെ പെർമിഷൻ ഇല്ലാതെ തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് ചെഴിയാനാകട്ടെ ഇളങ്കോവനെ വിളിക്കുമ്പോൾ ഇളങ്കോവൻ പറയുന്നുണ്ട് DSP മാം ഏൽപ്പിച്ചിട്ട് താൻ ഇതുപോലൊരു ജോലി ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന്. DSP എന്തിനായിരിക്കാം ഇങ്ങനെയൊക്കെ അന്വേഷിക്കാൻ പറയുന്നതെന്ന് ചെഴിയാനും ചിന്തിക്കുന്നു. ജാൻസി അതിനുശേഷം ആ കോച്ചിങ് സെന്റർ നടത്തുന്ന രാജേഷിന്റെ അസിസ്റ്റന്റായ താരയെ കാണുന്നു. അവളെ നന്നായിട്ടൊന്ന് പിടിച്ച് ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തതോടുകൂടി അവൾക്കറിയാവുന്ന സത്യങ്ങളൊക്കെ അവള് പറയുന്നു. ഒരു ദിവസം രാജേഷ് അവളോട് പറയുന്നുണ്ട് 20 സ്റ്റുഡൻസിന്റെ ആപ്ലിക്കേഷൻ ഒരുമിച്ച് അയക്കണമെന്ന്. ആ 20 സ്റ്റുഡൻസും അവരുടെ കോച്ചിങ് സെന്ററിൽ പഠിക്കുന്നതായിരുന്നു. ഈ 20 സ്റ്റുഡൻസിന്റെ റോൾ നമ്പർ അടുത്തടുത്ത് വരണം. അവരെല്ലാവരും ഒരു ഹാളിലായിരിക്കണം. അതെങ്ങനെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ആ കുട്ടികളുടെ എല്ലാ ആപ്ലിക്കേഷൻ വെളുപ്പിനെ 3 മണിക്ക് അയക്കാനാണ്. അയാൾ പറഞ്ഞ പോലെ താര ചെയ്തതുകൊണ്ട് തന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ കുട്ടികളുടെ എല്ലാ റോൾ നമ്പർ അടുത്തടുത്ത് വരുന്നു. അവരെല്ലാം ഒരു എക്സാം ഹാളിൽ എക്സാം എഴുതാൻ ഇരുത്താൻ വേണ്ടിയിട്ടാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് മാത്രമേ തനിക്കറിയാവൂന്ന് താര പറയുന്നു. പക്ഷെ അവരെയൊക്കെ ഏത് എക്സാം ഹാളിലെടുത്തും അവരെല്ലാം ഒരുമിച്ച് എങ്ങനെ പാസ്സാക്കി വിടും ഇതൊന്നും തന്നെ താരയ്ക്ക് അറിയില്ല. ജാൻസിക്കും അതായിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അതിനിടയ്ക്ക് രാജേഷിന് ഈ ക്രൈമൊക്കെ നടത്തുന്ന ഒരാളുടെ കോള് വരുന്നുണ്ട്. 10 പേരെ പാസ്സാക്കണമെന്ന് പറഞ്ഞിട്ടാണ് രാജേഷ് പണം അടച്ചത്. എന്നാൽ ഇവർക്കെല്ലാം മുകളിലുള്ള ബോസിനെ പറ്റിച്ചുകൊണ്ട് രാജേഷ് 20 പേരെ പാസ്സാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ഇട്ടത്. തന്റെ അണ്ടറിലുള്ള ആൾക്കാർ തന്നെ പറ്റിക്കുന്നത് രാജേഷിന്റെ ബോസിന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. ഇവിടെ ജാൻസിയുടെ ക്വാർട്ടേഴ്സിന്റെ അടുത്ത് കുറച്ച് കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇളങ്കോവന്റെ മകനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കുട്ടികൾ അടിച്ച ബോള് ജാൻസിയുടെ വീടിന്റെ ടെറസിലേക്ക് വീണു. അകത്തേക്ക് കയറാൻ വഴിയില്ലാത്ത കാരണം കോളിംഗ് ബെല്ലടിച്ച് മാരിമുത്തുവിനെ കുട്ടികൾ പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് ഇളങ്കോവന്റെ മകൻ മാത്രം ആരും കാണാതെ ഉള്ളിലേക്ക് കയറി. കുട്ടികളെ ഓട്ടിച്ചു വിട്ടിട്ട് അകത്ത് കയറിയ മാരിമുത്തു ആകട്ടെ ആഹാരവുമായി മല്ലിയുടെ റൂമിലേക്ക് ചെല്ലുകയായിരുന്നു. മല്ലിയുടെ അടുത്ത് കൊണ്ടുപോയി ആഹാരം വെക്കാൻ ശ്രമിച്ചതും തന്റെ കയ്യിൽ കരുതിയിരുന്ന പ്ലേറ്റിന്റെ പീസ് കൊണ്ട് മല്ലി മാരിമുത്തുവിനെ ആക്രമിക്കുന്നു. മാരിമുത്തുവിന്റെ കയ്യിലുള്ള താക്കോലെടുത്ത് തന്റെ കാലിലെ ചങ്ങല അഴിക്കാൻ മല്ലി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മാരിമുത്തു ആ താക്കോല് ദൂരേക്ക് തള്ളിയിട്ടു. ആ സമയമാണ് ഇളങ്കോവന്റെ മകൻ അവിടേക്ക് വരുന്നതും ഈ കാഴ്ച കാണുന്നതും. മല്ലി ആ പയ്യനോട് പറയുന്നുണ്ട് താനാണ് യഥാർത്ഥ DSP എന്നും ഇവിടെയുള്ള ആ ജാൻസി ഫേക്ക് ആണെന്നും തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ആ താക്കോല് തന്റെ അടുത്തേക്ക് നീക്കിയിടാൻ. എന്നാൽ ആ പയ്യൻ ഇതെല്ലാം കണ്ട് പേടിക്കുന്നു. ആ സമയത്താണ് ജാൻസി അവിടേക്ക് വരുന്നത്. ജാൻസിയുടെ സൗണ്ട് കൂടി കേട്ടതോടുകൂടി ആ പയ്യൻ പോയി ഒളിച്ചിരിക്കുന്നു. ജാൻസി വന്ന് നോക്കുമ്പോൾ കാണുന്നത് മാരിമുത്ത് രക്തം വാർന്ന് കിടക്കുന്നതാണ്. മല്ലിയെ ജാൻസി കുറെ വഴക്ക് പറയുന്നു. ആ സമയം ഇളങ്കോവന്റെ മകൻ ഇവരെ എല്ലാവരും നോക്കിക്കൊണ്ട് അവിടെ നിന്നും പേടിച്ചോടി. അവൻ പുറത്തിറങ്ങി ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ജാൻസി ആകട്ടെ അവന്റെ പിറകെ ഓടുന്നു. എന്നാൽ ആ പയ്യൻ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തി തന്റെ അച്ഛൻ ഇളങ്കോവനോട് കാര്യം പറയുന്നു. സ്റ്റേഷനിലുള്ള DSP ഒറിജിനൽ അല്ല എന്നും ഒറിജിനൽ DSP വീടിനുള്ളിലുണ്ടെന്നും. ജാൻസി പുറത്തുനിന്ന് അവരോട് പറയുന്നുണ്ട് വാതിൽ തുറക്ക്, എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന്. നിങ്ങളെ കണ്ടപ്പോ തന്നെ എനിക്ക് ഡൗട്ട് തോന്നിയതാണ്, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഇളങ്കോവൻ കോൾ ചെയ്യാൻ ആരംഭിച്ചു. അവിടെയാണ് 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് വീണ്ടും ഫ്ലാഷ് ബാക്ക് ആണ്. ആ പയ്യൻ തന്റെ സഹോദരിയും കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് ജോലിക്ക് വരുന്നു. ഒരു കോച്ചിങ് സെന്റർ നടത്തുന്ന ആളുടെ അടുത്തേക്കായിരുന്നു അവൻ ജോലിക്ക് വന്നത്. ആ ആൾക്ക് അവിടെ കുറെ ഷോപ്പുകളുണ്ട്. അതിലൊന്ന് ഫോട്ടോസ്റ്റാറ്റ് കടയായിരുന്നു. അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ജോലിയായിരുന്നു ഈ പയ്യന് കിട്ടിയത്. എന്നാൽ ജോലിയോടൊപ്പം താനും കോച്ചിങ് സെന്ററിൽ പഠിച്ചോട്ടെ എന്ന് അവൻ ചോദിച്ചപ്പോൾ അയാൾ സമ്മതിച്ചില്ല. അയാൾ അതിനു പകരം അവനോട് പറയുന്നത് നിനക്ക് കുറച്ച് കാശുണ്ടാക്കണമെങ്കിൽ നീ കോച്ചിങ് സെന്ററിൽ വരുന്ന പണക്കാരായ മക്കളെ കയ്യിലെടുക്കണം. അവരോട് പറയണം കുറുക്ക് വഴിയിൽ എക്സാം പാസ്സായി ഹയർ റാങ്ക് നേടാൻ പറ്റുമെന്ന്. അങ്ങനെ കുറച്ച് ആൾക്കാരെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ അയാൾ പറഞ്ഞ പ്രകാരം കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പയ്യൻ ഇതുപോലത്തെ വലിയ വീട്ടിലെ കുട്ടികളെ എല്ലാം തന്നെ കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കുന്നു. കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതാതെ കുറുക്ക് വഴിയിൽ പാസ്സാകാമെന്ന് അവരോട് പറയുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഇളങ്കോവനോട് മകൻ സത്യങ്ങൾ പറഞ്ഞത് കാരണം അയാൾ സ്റ്റേഷനിൽ വിളിച്ചറിയിക്കാൻ തുടങ്ങിയതല്ലേ. എന്നാൽ ആ സമയം തോക്ക് കാണിച്ച് ജാൻസി അവരെ പേടിപ്പിക്കുന്നു. അതിനുശേഷമാണ് ജാൻസി ആരാണെന്നും അവൾ എന്തിനാണ് ഈ മിഷന് ഇറങ്ങി പുറപ്പെട്ടതെന്നും കാണിക്കുന്നത്. കഥ 10 വർഷം പിന്നിലേക്ക് പോകുന്നു. ജാൻസി DSP ആകാൻ വേണ്ടി പഠിക്കുകയായിരുന്നു. ജാൻസിയുടെ അമ്മ ഒരു നാടോടിയായിരുന്നു. പല നാടുകളിലും പോയിട്ട് പല ആൾക്കാരുടെയും കയ്യിൽ നിന്ന് താറാവുകളെ വളർത്താൻ വേണ്ടി വാങ്ങിക്കും. വളർത്തി വലുതാക്കി മുട്ട കിട്ടിക്കഴിയുമ്പോൾ ആ മുട്ട ഓണർക്ക് കൊടുക്കും. അങ്ങനെ കിട്ടുന്ന കുറച്ച് കാശുകൊണ്ടായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാലും തന്റെ മകൾ സ്വപ്നം കാണുന്ന പദവിയിലേക്ക് അവൾ എത്തണമെന്ന് ആ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ടായിരുന്നു ജാൻസി ബുക്കുകൾ വാങ്ങിയതും കോച്ചിങ് അറ്റൻഡ് ചെയ്തതുമെല്ലാം. ഉറക്കം ഒഴിഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ച അവളാകട്ടെ എക്സാമിന് നന്നായിട്ട് എഴുതുകയും ചെയ്തു. അവൾ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. താൻ എക്സാമിൽ എന്തായാലും പാസ്സാകുന്നുള്ള സന്തോഷത്തിലായിരുന്നു അവൾ പുറത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ അതേ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ആ സമയം ഇപ്പോൾ DSP ആയിട്ടുള്ള മല്ലിയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാം കഴിഞ്ഞ് മല്ലിയാകട്ടെ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ജാൻസി കേട്ടിരുന്നു. അന്നത്തെ തഹസിൽദാരുടെ മകളായ മല്ലി പറയുന്നത് ഇങ്ങനെയായിരുന്നു, സാറ് പറഞ്ഞ പോലെ ആൻസർ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ കോഡ് വേർഡ് എഴുതിയിട്ടുണ്ട്, ഞാൻ പാസ്സാകുമെന്ന് ഉറപ്പല്ലേ എന്ന്. ആൻസർ എഴുതാതെ കോഡ് വേർഡ് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ പാസ്സാകുമെന്ന് ഇത് കേട്ടുകൊണ്ടുവന്ന ജാൻസിയും ശ്രദ്ധിക്കുന്നു. അവൾ മല്ലിയുമായിട്ട് വഴക്കിടുന്നു. നീ എക്സാമിൽ എന്ത് ക്രമക്കേടാ കാണിച്ചത്, നീ ആരോടാ സംസാരിച്ചതെന്ന് ചോദിച്ചിട്ട്. ഈ വഴക്ക് കണ്ടുകൊണ്ടാണ് ഒരു പോലീസുകാരൻ അവിടേക്ക് വരുന്നത്. ആ പോലീസുകാരനോട് ജാൻസി കാര്യം പറഞ്ഞെങ്കിലും മല്ലി അതെല്ലാം നിഷേധിക്കുന്നു. ഇവൾ തന്നെ തെറ്റിദ്ധരിച്ചതാണെന്ന് പറയുന്നു. എന്താണെങ്കിലും തൽക്കാലം പോലീസുകാരൻ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ആ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ റിയാസ് ആകട്ടെ കാര്യങ്ങൾ കേട്ടതിനു ശേഷം ജാൻസിയാണ് കുറ്റപ്പെടുത്തുന്നത്. തഹസിൽദാരുടെ മകളാണ് മല്ലി എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഈ എക്സാമിന്റെ സ്കാമില് അയാളും ഒരു പങ്കാളിയായിരുന്നു. ജാൻസി പുറത്തിറങ്ങി ആരോട് ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാനായിരുന്നു അവരുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ട് ഒരു പാവത്തിനെ കൂടി ഇവർ ബലിയാടാക്കി. അതായിരുന്നു മാരിമുത്തു. ഗ്രൂപ്പ് 1 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിക്ട് ട്രഷറിയിൽ വെച്ച് വേർതിരിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാനും കേൾക്കാനും ഒന്നും സാധിക്കാത്ത ആൾക്കാരെയായിരുന്നു സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് മാരിമുത്തുവും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ മാരിമുത്തുവിനെ കൊണ്ട് അവിടെ നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കി ജാൻസി എക്സാം എഴുതിയെന്ന് ഇവർ കള്ള കേസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ജാൻസി ആ കേസിൽ കുടുങ്ങി ജയിലിലായി. അവളെ കാണാൻ വേണ്ടി അവളുടെ അമ്മ പലതവണ ശ്രമിച്ചെങ്കിലും ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ അവരെ മടക്കി അയച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി തളർന്നു പോയ അവർ ഒരു ദിവസം ജയിലിന്റെ മുറ്റത്ത് കൊഴിഞ്ഞു വീണ് മരിച്ചു. തന്റെ അമ്മയുടെ മുന്നിലെങ്കിലും താൻ ജയിച്ചു കാണണമെന്ന് ജാൻസി ആഗ്രഹിച്ചിരുന്നു. ആ അമ്മയെ തന്നെ ഒടുവിൽ അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതമെടുത്ത ജാൻസി ആകട്ടെ ജയിലിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. കയ്യിലെ ഞരമ്പ് അവൾ കട്ട് ചെയ്തു. ഇത് കണ്ട് പോലീസുകാരിൽ പലരും അവളെ ഹോസ്പിറ്റലിലേക്ക് പോലും കൊണ്ടുപോകാൻ തയ്യാറായില്ല. അന്ന് അവിടുത്തെ ജയിലിലെ വാർഡനായിരുന്നു ജയചന്ദ്രൻ. ഇവളോട് സഹതാപം തോന്നിയിട്ട് ജയചന്ദ്രൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് ജാൻസിയുടെ കഥ മുഴുവൻ അയാൾ അറിഞ്ഞതും. ഇതുപോലുള്ള സ്കാമുകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടെന്ന് ജയചന്ദ്രൻ അറിയാം. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്തെ ജോലിക്കാരനോട് അയാളുടെ വെള്ളമുണ്ടിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്തുകൊണ്ട് വരാൻ ചിലർ പറയും. അതുപോലെ പണം കൊടുത്ത സ്റ്റുഡൻസിനെ കൊണ്ട് മാജിക് പെൻ യൂസ് ചെയ്തിട്ടാണ് അവർ എക്സാം എഴുതിപ്പിക്കുന്നത്. ഒരു സമയം കഴിയുമ്പോഴേക്കും അവർ മാജിക് പെൻ യൂസ് ചെയ്ത് ബബിൾ ചെയ്ത ആ കോളംസിലെ മഷിയെല്ലാം തന്നെ മാഞ്ഞു പോകും. പിന്നീട് ഈ ആൾക്കാര് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അതിൽ മാർക്ക് ചെയ്യും. അങ്ങനെ ആ കുട്ടികൾ പാസ്സാവുകയും ചെയ്യും. IAS ആകാൻ ആഗ്രഹിച്ചിരുന്ന ജയചന്ദ്രനും ഈ സ്കാമൊക്കെ കാരണമാണ് ജയിലറായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഈ സ്കാം പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത്. കുറച്ച് സഹായികളെയും കൂടി കൂട്ടി ഇവർ ഈ പ്ലാൻ മുഴുവൻ ഇട്ടു. തങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെന്ന് ഇളങ്കോവനെ ജാൻസി വിശ്വസിപ്പിക്കുന്നു. അതോടുകൂടി ഇളങ്കോവനും കാര്യങ്ങൾ മനസ്സിലായി. ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാടിന് ഒരു വിലയുമില്ലാതെയാകും ഇങ്ങനത്തെ സ്കാമുകൾ നടന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഇളങ്കോവനും ജാൻസിയുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. ആ സമയത്ത് ടിവിയിൽ ഒരു ന്യൂസ് കാണുന്നുണ്ട്. ആദ്യം കാണിച്ച ആ കോച്ച് സെന്ററിന്റെ ഉടമയായ രാജേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് രാജേഷിന് എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ ക്യാബിനിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഡിവൈസിലെ റെക്കോർഡിംഗ്സ് അവർ പരിശോധിക്കുന്നു. ആരോ ഒരാൾ രാജേഷിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യമെല്ലാം തന്നെ അവർ കേൾക്കുന്നുണ്ട്. ബോസ് അറിയാതെ രാജേഷ് വേറെയും കുട്ടികളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു നടന്നതോടുകൂടി അയാൾ നല്ല ദേഷ്യത്തിലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഒന്നുകൂടി അയാൾ രാജേഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അയാളോട് ആത്മഹത്യ ചെയ്യാനായിരുന്നു ബോസ് പറഞ്ഞത്. അങ്ങനെ രാജേഷ് മരിച്ചു. രാജേഷിനെ കോൾ ചെയ്യുന്ന ഈ വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ജാൻസിക്ക് സാധിച്ചില്ല. അവിടെയാണ് ഈ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ പയ്യന്റെ കഥ തന്നെയാണ് കാണിക്കുന്നത്. അവൻ ആ കോച്ചിങ് സെന്ററിലെ ആളുടെ കൂടെ നിന്ന് അവിടുത്തെ പണക്കാരായ കുട്ടികളെല്ലാം തന്നെ സംസാരിച്ച് കയ്യിലെടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ എക്സാം പാസ്സാക്കി തരാമെന്ന് പറഞ്ഞ് കാശൊക്കെ വാങ്ങിയിരുന്നല്ലോ. അങ്ങനെ ഈ പയ്യനെ ഉപയോഗിച്ച് ആ വ്യക്തി ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ടായിരുന്നു. അവസാനം ഈ പയ്യനാകട്ടെ അയാളോട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ സാലറി ആയിട്ടൊന്നും വേണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന കാശിന്റെ ഒരു പെർസെന്റേജ് തന്നാ മതിയെന്ന്. എന്നാൽ അമിതമായിട്ട് നീ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് അയാൾ പറയുന്നു. തനിക്ക് ഇപ്പൊ കിട്ടുന്ന കാശ് പോരാഞ്ഞിട്ട് താൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് കുറച്ചുകൂടി കാശുണ്ടാക്കണമെന്ന് ആ പയ്യൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. ഇളങ്കോവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ ജാൻസിയുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചിരുന്നല്ലോ. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് മാരിമുത്തുവിനെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ടായിരുന്നു. മല്ലിയുടെ ആക്രമണത്താൽ മാരിമുത്തുവിന്റെ ബ്ലഡ് കുറെ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെ എന്താവശ്യത്തിനും താൻ കൂടെ ഉണ്ടാകുമെന്ന് ജാൻസി അയാളോട് പറയുന്നു. ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രാജേഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ജാൻസി തീരുമാനിച്ചു. ഇളങ്കോവന്റെ സഹായത്തോടു കൂടി അയാളുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് അത് പരിശോധിക്കുന്നുണ്ട്. മല്ലിയെ കൂടാതെ നേരത്തെ വന്ന ആകാശ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ഇവരിവിടെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അയാളോടും ഏകദേശം സത്യങ്ങളെല്ലാം തന്നെ ജാൻസി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇളങ്കോവൻ കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ആകാശം നമ്മളുടെ കൂടെ നിൽക്കുമെന്ന് ജാൻസി പറയുന്നു. ഇളങ്കോവൻ ആകാശിനോട് സംസാരിച്ചതോടുകൂടി അയാളും കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. ജാൻസി രാജേഷിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നു. അൺനോൺ നമ്പറിൽ നിന്ന് മല്ലിയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടാണല്ലോ മല്ലി ഈ ക്രൈമിന് കൂട്ടുവന്നിരുന്നത്. അതുപോലൊരു അൺനോൺ നമ്പറിൽ നിന്നാണ് രാജേഷിനും മെസ്സേജ് വന്നുകൊണ്ടിരുന്നത്. അതേ നമ്പറിൽ നിന്ന് തന്നെയാണ് രാജേഷിനോട് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് വന്നത്. ഉറപ്പായിട്ടും ഇവർ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരാൾ തന്നെയായിരിക്കുമെന്ന് ജാൻസി പറയുന്നു. രാജേഷ് ഈ സിറ്റിയിലേക്ക് വന്ന ശേഷം എങ്ങോട്ടൊക്കെ പോയി എന്നുള്ള ഡീറ്റെയിൽസ് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നു. രാജേഷ് ആ സിറ്റിയിൽ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവർക്ക് അറിവ് കിട്ടി. എന്നാൽ അവിടുത്തെ CCTV ഫുട്ടേജ് എടുക്കാൻ അവർക്ക് പറ്റിയില്ല. മാനേജറിന്റെ പ്രത്യേക പെർമിഷൻ വേണമായിരുന്നു. അതേസമയം ഇളങ്കോവനാകട്ടെ ആ സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരുന്ന വാഹനങ്ങളുടെ ലിസ്റ്റും അവിടെ അടുത്തായിട്ട് ഹോട്ടലിൽ വന്ന താമസിച്ചിരുന്ന ആൾക്കാരുടെ ലിസ്റ്റും ഒക്കെ എടുക്കുമ്പോൾ അവർക്ക് സംശയം തോന്നിയ 4 പേരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അച്ഛനും മകനും പിന്നീട് ഒരു ബ്രദറും സിസ്റ്ററും. ആ 4 പേരും മൗണ്ടൈൻ സൈഡ് എന്ന് പറയുന്ന ഒരേ ഹോട്ടലിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ആ ഹോട്ടൽ സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാനും ഈ 4 പേരിൽ നിന്ന് ആര് പുറത്തേക്ക് പോയാലും അവരെ ഫോളോ ചെയ്യണമെന്നും ജാൻസി ഇളങ്കോവനോട് പറയുന്നു. രാജേഷിന്റെ ഫോണിന്റെ മാപ്പിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അയാൾ ഈ അടുത്തിടെ സഞ്ചരിച്ച പല ലൊക്കേഷൻസും ജയചന്ദ്രന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ലൊക്കേഷനിലേക്കായിരുന്നു അവർ പോകുന്നത്. രാജേഷിന്റെ ഫോണിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കടക്കാരന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കാരണം ആ കടക്കാരനെ തന്നെ വാച്ച് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതേസമയം ഇവിടെ ഇളങ്കോവനാകട്ടെ സംശയാസ്പദമായിട്ട് തോന്നിയ 4 പേര് താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ വാച്ച്
വാച്ച് ചെയ്യുകയായിരുന്നല്ലോ. ആ 4 പേരും ഉടനെ തന്നെ വെക്കേറ്റ് ചെയ്യുമെന്ന് ഇളങ്കോവന് ഹോട്ടലിൽ നിന്നും അറിയിപ്പ് കിട്ടി. ഇളങ്കോവൻ പെട്ടെന്ന് തന്നെ ജാൻസിയെ കാര്യങ്ങൾ അറിയിച്ചതും ജാൻസി അങ്ങോട്ടൊരു പ്ലാൻ ഇടുന്നു. തൽക്കാലം ആ ക്വാർട്ടേഴ്സിന്റെ മറ്റൊരു സൈഡിൽ താമസിക്കുന്ന ശക്തിവേലിനെയും മകൾ ശ്രീനിധിയും പെട്ടെന്ന് ആ ഹോട്ടലിലേക്ക് അവർ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ ഹോട്ടലിൽ ഓൾറെഡി താമസിച്ചുകൊണ്ടിരുന്ന ആ അച്ഛനും മകനും അവിടെ വന്നൊരു വണ്ടിയിലേക്ക് കയറുന്ന കാണുന്നു. രണ്ടാമതായിട്ട് ആ സഹോദരനും സഹോദരിയുമായിരുന്നു പോയി കയറേണ്ടത്. എന്നാൽ അതിനു പകരമായിട്ട് ഇവർ ശ്രീനിധിയും ആകാശിനെയും ആ വണ്ടിയിലേക്ക് കയറ്റിവിടുന്നു. ആകാശിന്റെ കയ്യിൽ ഒരു സീക്രട്ട് ക്യാമറ ഉണ്ടായിരുന്നു. വണ്ടിയിൽ കയറിയ ഉടനെ ഫ്രണ്ട് സീറ്റിൽ നിന്നൊരാള് ഇവരുടെ ഫോണെല്ലാം തന്നെ വാങ്ങി. എക്സാം പാസ്സാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കാശ് കൊടുത്ത ആൾക്കാരെയായിരുന്നു ഈ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വണ്ടിയിലിരിക്കുന്നത് ആരാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ആകാശിനെ ശ്രീനിധിയും അവർ തിരിച്ചറിഞ്ഞതുമില്ല. അവരെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് കാശ് കൊടുത്ത ആൾക്കാരെ കൊണ്ടെത്തിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ജയചന്ദ്രനാകട്ടെ ആ കടക്കാരനെ കസ്റ്റഡിയിലെടുത്ത് അയാളെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അയാൾ തനിക്കറിയാവുന്ന സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം ഇയാൾക്ക് അറിയാൻ പാടില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോള് വന്നു. എടുത്ത് സംസാരിച്ചപ്പോൾ മറുപുറത്തുള്ള ആള് പറഞ്ഞു, നിങ്ങളുടെ കടയിൽ ഒരാൾ ഒരു ബാഗ് കൊണ്ടുവെക്കും, കുറച്ചു കഴിയുമ്പോൾ മറ്റൊരാൾ വന്ന് അത് വാങ്ങിക്കൊണ്ടു പോകുന്നു. ആ ബാഗ് കുറച്ചു നേരം അവിടെ സൂക്ഷിക്കുന്നതിന് 5000 രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കും. അതായിരുന്നു ഡീല്. വെറുതെ കാശ് കിട്ടുന്ന പരിപാടിയല്ലെന്ന് കരുതിയിട്ട് അയാൾ സമ്മതിക്കുകയും ചെയ്തു. ആ ബാഗ് കടയിൽ ഒരാൾ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ അതവിടെ എത്തിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പെയിന്റ് പാട്ട കടയുടെ മുകളിലായിട്ട് കെട്ടിത്തൂക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാഗ് എത്തിക്കഴിഞ്ഞാൽ ഇയാൾ ഇതുപോലെ പെയിന്റ് പാട്ട തൂക്കിയിട്ട് പോകും. പിറ്റേന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ കടയ്ക്കുള്ള ബാഗ് ഉണ്ടാകില്ല. അതാരാ എടുത്തുകൊണ്ട് പോകുന്നതെന്നൊന്നും അയാൾക്കറിയില്ല. ഇവിടെ ശ്രീനിധിയും ആകാശിനെയും കൊണ്ടുപോയ വണ്ടിയെ ഫോളോ ചെയ്ത് ജാൻസി പോയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് മുൻപേ പോയ വണ്ടി അവർക്ക് മിസ്സായി. ശ്രീനിധി ആകാശം എങ്ങോട്ടാ പോയതെന്ന് അവർക്ക് മനസ്സിലായില്ല. ജയചന്ദ്രനും കൂട്ടരും ആ കടക്കാരൻ പറഞ്ഞ പ്രകാരം പിറ്റേന്ന് രാവിലെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബാഗ് അവിടെ ഒന്നും കൊണ്ടുപോകുന്നത് ആരാന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കെ ദുരൈരാജ് എന്ന് പറയുന്ന ഒരാൾ വന്ന് ബാഗ് അവിടെ ഒന്നും കൊണ്ടുപോകുന്ന കാണുന്നുണ്ട്. ഈ ദുരൈരാജ് ശരിക്കും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ഈ എക്സാം എല്ലാം കണ്ടക്ട് ചെയ്യുന്ന സമിതിയിലുള്ളതായിരുന്നു അയാളും. അവർ അയാളെ ഫോളോ ചെയ്തു പോകുന്നു. എന്നാൽ തന്നെ ആരോ ഫോളോ ചെയ്തു വരുന്നത് ദുരൈരാജിന് മനസ്സിലാകുന്നു. ജയചന്ദ്രന്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് തന്റെ വീടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ക്യാമറയിൽ നിന്നും ദുരൈരാജ് എടുക്കുന്നു. ആ സമയം വണ്ടിയിൽ എങ്ങോട്ടോ പോയ ആകാശം ശ്രീനിധിയും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. എന്താ അവിടെ സംഭവിച്ചതെന്ന് ജാൻസി ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, തങ്ങളെ പോലെ വേറെയും കുട്ടികളും അവരുടെ കൂടെ വന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. അടുത്ത 24 നടക്കാൻ പോകുന്ന എക്സാമിന്റെ ചോദ്യപേപ്പർ തങ്ങളെ കാണിച്ചു. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസർ പ്രിപ്പയർ ചെയ്യുമെന്നും ഇവിടെ നിന്ന് തന്നെ എക്സാം എഴുതാൻ പോകുമെന്നുമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവിടേക്ക് വേറെ കുറച്ച് ആൾക്കാർ വരികയും അവരെല്ലാം അടിച്ചോടിക്കുകയും ചെയ്തു. ശരിക്കും ഇപ്പോൾ ശ്രീനിധിയെയും ആകാശിനെയും കൂട്ടിക്കൊണ്ടുപോയ ആൾക്കാരില്ലേ, അവരിതുപോലെ ചോദ്യപേപ്പർ തരാമെന്ന് പറഞ്ഞിട്ട് വേറെ കുറെ കുട്ടികളെ പറ്റിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പറ്റിപ്പ് സംഘത്തെയാണ് യഥാർത്ഥത്തിൽ ചോദ്യപേപ്പർ ലീക്കാക്കുന്ന ആൾക്കാർ വന്ന് പിടിക്കുകയും അടിച്ചോടിക്കുകയും ചെയ്തത്. ആകാശിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും ജാൻസിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ ചോദ്യപേപ്പർ ലീക്കാക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലെ മെയിൻ ആള് നേരത്തെ അവള് കണ്ട ആ ചാരിറ്റി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുമരേശനാണെന്ന്. സ്കാമിന്റെ എല്ലാം പിന്നിൽ അയാളാണെന്ന് ജാൻസി മനസ്സിലാക്കിയ സമയത്ത് തന്നെ ജാൻസിക്ക് തന്റെ കൂട്ടത്തിലുള്ള ഒരാളുടെ കോള് വരുന്നു. അവരുടെ എല്ലാം സാറ് ജയചന്ദ്രൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് വീണ്ടും ആ പയ്യനെയാണ്. അതേ പയ്യൻ തന്നെയായിരുന്നു ഈ പ്രസന്റിലുള്ള നമ്മുടെ കുമരേശനും. അവൻ വളർന്നു വലുതായതാണ്. സ്വന്തമായിട്ട് കുറെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നേ തന്നെ കുമരേശൻ ഫ്രീ ആയിട്ട് കോച്ചിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പണക്കാരായ ആൾക്കാരുടെ മക്കളും വരും. എന്നാൽ അങ്ങനെയുള്ള കുറച്ചു പേരെ മാത്രം സെലക്ട് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി അവരെ എക്സാമിൽ ജയിപ്പിക്കണം. കൂടെ പാവപ്പെട്ടവരായ ആൾക്കാരെയും ജയിപ്പിക്കും. കുറച്ച് ചാരിറ്റി ആവും, ഒരു സൈഡിലൂടെ കുറെ കാശും ഉണ്ടാക്കാം. പക്ഷെ കുമരേശൻ തന്റെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് സ്വന്തമായിട്ട് ഈ പരിപാടി തുടങ്ങിയത് അവന്റെ ആ മുതലാളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ അവനെ ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ കുമരേശൻ തന്നെ അയാളെ കൊല്ലുന്നു. കഥ പ്രസന്റിലേക്ക് കാണിക്കുന്നു. ആക്സിഡന്റിൽ ജയചന്ദ്രൻ മരിച്ചു എന്നുള്ള വാർത്ത ജാൻസി ആകെ തകർത്തിട്ടുണ്ടായിരുന്നു. അയാളുടെ മരണാനന്തര ചടങ്ങുകളാണ് പിന്നീട് കാണിക്കുന്നത്. അയാളുടേത് ഒരു ആക്സിഡന്റ് അല്ല എന്നും ഇതിന്റെ പിന്നിൽ മറ്റാരൊക്കെ ഉണ്ടെന്നും ജാൻസിക്ക് ഡൗട്ട് തോന്നുന്നു. ശരിക്കും ജയചന്ദ്രനെ ആക്സിഡന്റ് ആക്കി കൊന്നത് ആ ദുരൈരാജായിരുന്നു. തന്റെ പുറകെ ജയചന്ദ്രൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അയാളെ ആക്സിഡന്റിലൂടെ ദുരൈരാജ് കൊന്നത്. ദുരൈരാജിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് കുമരേശന്റെ പെങ്ങളാണ്. അതുകൊണ്ട് ദുരൈരാജും കുമരേശനും എല്ലാം ഈ സ്കാമിൽ ഒരുമിച്ചായിരുന്നു. എക്സാം നടക്കുന്നതിന് മുൻപ് ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും ചോദ്യ പേപ്പറുകൾ പോകുന്നുണ്ട്. പെട്ടികൾ കളക്ട് ചെയ്യാൻ അതത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാർ വരുന്നു. പെട്ടികളുമായിട്ട് ഉദകമലയിലേക്ക് വന്നുകൊണ്ടിരുന്ന വാഹനത്തെ ജാൻസിയുടെ ആൾക്കാർ പിന്തുടരുന്നുണ്ട്. എന്നാൽ പോകുന്ന വഴിയിൽ ഒന്നും തന്നെ ആ വാഹനം സംശയാസ്പദമായിട്ട് എവിടെയെങ്കിലും നിർത്തി എന്തെങ്കിലും ക്രമക്കേടുകൾ നടത്തുന്നതായിട്ട് അവർക്ക് ഡൗട്ട് തോന്നിയതേയില്ല. എന്നാൽ ആ സമയം ജയചന്ദ്രനെ ആക്സിഡന്റ് ആക്കിയ ദുരൈരാജും കൂട്ടരും ജയചന്ദ്രന്റെ ഫോൺ ചെക്ക് ചെയ്യുകയും അതിൽ നിന്ന് ജയചന്ദ്രൻ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പേഴ്സ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ജാൻസിയുടെ നമ്പറും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നു. ജാൻസിയുടെ ഡീറ്റെയിൽസ് കൂടുതൽ എടുക്കുന്നതോടുകൂടി അവർക്ക് മനസ്സിലായി ജാൻസിയുടെയും ജയചന്ദ്രന്റെയും ഉദ്ദേശം എന്താണെന്ന്. തങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായതോടുകൂടി അവർ ജാൻസിയെ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ജാൻസിക്കും ഏകദേശം ഉറപ്പായി ജയചന്ദ്രൻ അവസാനമായിട്ട് ഫോളോ ചെയ്തു പോയ ദുരൈരാജ് തന്നെയാണ് ജയചന്ദ്രൻ
ജീവിതം തന്നെ അപകടപ്പെടുത്തിയതെന്ന്. കുമരേശന്റെ സഹോദരി വിവാഹം കഴിച്ചത് ദുരൈരാജാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ജാൻസിയുടെ കയ്യിലുള്ള മരമല്ലിയുടെ ഫോണിലേക്ക് തങ്ങളെ കാണാൻ വേണ്ടി അത്യാവശ്യമായിട്ട് ഒരു എസ്റ്റേറ്റിലേക്ക് വരണമെന്ന് പറഞ്ഞ് കുമരേശൻ മെസ്സേജ് അയക്കുന്നു. എന്നാൽ ജാൻസിക്ക് മനസ്സിലായി ഇതൊരു ട്രാപ്പ് ആയിരിക്കാമെന്ന്. അതുകൊണ്ട് ജാൻസി അവിടേക്ക് പോയില്ല. ജാൻസിയെ കൊടുക്കാൻ അവർ അടുത്ത പ്ലാൻ ഇടുന്നു. ജാൻസി തന്റെ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന യഥാർത്ഥ മരമല്ലിയെ കൊല്ലുക. അതിന്റെ പടി ജാൻസിയുടെ തലയിൽ വീഴും. അതായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം. അതേസമയം ക്വസ്റ്റ്യൻ പേപ്പറും OMR ഷീറ്റും എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് എക്സാം നടത്തുന്ന സെന്ററുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം തന്നെ CCTV ഉണ്ട്. അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ജാൻസി ആകട്ടെ മരമല്ലിയോട് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിന്നെ ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ആ അൺനോൺ നമ്പർ ഇവിടെ ഫ്രീ ആയിട്ട് കോച്ചിങ് കൊടുക്കുന്ന കുമരേശ് എന്ന് പറയുന്ന ഒരാളാണ്. അയാൾക്ക് ഞാൻ പോലീസുകാരിയല്ലെന്ന് മനസ്സിലായി. ഏതു നിമിഷവും അയാളുടെ ആൾക്കാർ എവിടേക്ക് വരും. എന്നെ മാത്രമല്ല അവർക്ക് വേണ്ടത്, അവർ നിന്നെയും ഉപദ്രവിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എന്റെ കൂടെ വരുന്നതാ നല്ലത്. സേഫ് ആയിട്ട് അടുത്തേക്ക് മാറാം. മരമല്ലിയുടെ കാലിലെ ചങ്ങലെ കഴിച്ചു മാറ്റിയിട്ട് ജാൻസി അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. എന്നാൽ മരമല്ലിയാകട്ടെ ജാൻസി ആക്രമിക്കുന്നു. ഞാൻ നിന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുമരേശന്റെ ആൾക്കാര് യഥാർത്ഥ മരമല്ലിയെ കൊല്ലാൻ അവിടേക്ക് വന്നത്. അവരുടെ ഉദ്ദേശം മരമല്ലിയെ കൊന്നിട്ട് ആ പഴി ജാൻസിയുടെ തലയിൽ ഇടുകയായിരുന്നല്ലോ. ആ ആൾക്കാരെ കണ്ടതോടുകൂടി ജാൻസി പറഞ്ഞത് സത്യമാണെന്ന് മരമല്ലിക്ക് മനസ്സിലായി. അവർ രണ്ടുപേരും ചേർന്നിട്ട് ആ ആൾക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പുറത്തേക്ക് കടന്നു. ശക്തിവേലിനെ വിളിച്ചുകൊണ്ടാണ് അവർ അവിടെ നിന്നും പുറത്തേക്ക് പോയത്. ശക്തിവേലിനോട് ജാൻസി പറയുന്നുണ്ട് താൻ യഥാർത്ഥ പോലീസ് അല്ലാന്നും യഥാർത്ഥ DSP ഈ ഇരിക്കുന്ന മരമല്ലിയാണെന്നും. എന്നാൽ ശക്തിവേലി പറയുന്നുണ്ട് എനിക്കിത് നേരത്തെ തന്നെ മനസ്സിലായി എന്ന്. പക്ഷേ മേഡം ഇവിടെ എന്തോ നല്ല ഉദ്ദേശത്തിലാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞ ഭാവം കാണിക്കാതിരുന്നത്. തന്റെ മകളും ഈ എക്സാം എഴുതുന്നുണ്ട്. തന്റെ മകളെ പോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാ ഇതുപോലെ സ്കാം നടത്തുന്ന ആൾക്കാര് നശിപ്പിക്കുന്നത്. അങ്ങനെ ജാൻസി മരമല്ലിയെ നേരെ കൊണ്ടുപോകുന്നത് അവളുടെ അമ്മയുടെയും മകളുടെ അടുത്തേക്കാണ്. അവിടെ നിന്ന് മല്ലിയോട് എത്രയും പെട്ടെന്ന് അമ്മയും മകളെയും കൂട്ടി അവരുടെ നാട്ടിലേക്ക് പോകാൻ പറയുന്നു. മരമല്ലിക്ക് പോകാൻ വേണ്ടി ഒരു വണ്ടി അവൾ കൊടുത്തു. എന്നാൽ മരമല്ലിയാകട്ടെ പോകുന്ന വഴിയിൽ SP വിനോദിനെ വിളിക്കുന്നുണ്ട്. തനിക്ക് ആരെ വിശ്വസിക്കണമെന്നറിയില്ല. ആ ജാൻസി തന്നെ വഴിയിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുന്ന് ഡ്രൈവ് ചെയ്തു പോകാൻ പേടിയുണ്ട്. അത് കാരണം സാറിന് പറ്റുമെങ്കിൽ സാറിന്റെ വണ്ടിയിൽ ഞങ്ങളെ ഒന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമോ എന്ന്. SP വിനോദ് അവരെ കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതേസമയം തുടക്കത്തിൽ ആക്സിഡന്റ് ആയിട്ട് കിടന്ന ശേഖർ എന്ന് പറയുന്ന പോലീസുകാരനില്ലേ, അയാളെ തിരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളും ഈ സ്കാമില് ഒരു പങ്കാളിയാണ്. ജാൻസി നടത്തിയ ആൾമാറാട്ടം ഇതിനോടകം പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും അറിഞ്ഞതോടുകൂടി ജാൻസിക്ക് വേണ്ടിയിട്ട് അവർ പല ഏരിയയിലും സെർച്ച് ചെയ്യുന്നു. ജാൻസി തന്റെ സാധനങ്ങളും എടുത്ത് തന്റെ കൂടെയുള്ള ആൾക്കാരെയും കൂട്ടി കാടിന്റെ ഉള്ളിൽ ഒരു ടെന്റ് അടിച്ച് അവിടെ ഇരുന്നാണ് പിന്നീടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. ഈ സ്കാം നടത്തുന്ന ആൾക്കാരുടെ ഫോൺ ട്രേസ് ചെയ്തതിൽ നിന്നും അവർക്കൊരു ഓഡിയോ ക്ലിപ്പ് കിട്ടുന്നു. എക്സാമിന് ശേഷം കാട് വഴിയാണ് ഉത്തരക്കടലാസുമായിട്ട് വണ്ടി പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലായിട്ട് ബാരിക്കേഡ് വെച്ച് കുറച്ചു നേരത്തേക്ക് വണ്ടിയൊന്നും കടത്തിവിടരുത്. അവിടെ ഒരു ആനയും ഉണ്ടാവും. കാടിന്റെ സൈഡല്ലേ. ആന റോഡിലേക്ക് ഇറങ്ങിയത് കാരണം വണ്ടി കുറച്ചു നേരം നിർത്തിയിട്ടിരുന്നതാണെന്നേ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നാവൂ. പക്ഷെ അതിനിടയ്ക്ക് വെച്ചിട്ട് ആ ഉത്തരക്കടലാസില് ഇവർ എന്തൊക്കെയോ ക്രമക്കേടുകൾ നടത്തും. അതായിരുന്നു ഇവരുടെ പ്ലാനിങ്. ആ പ്ലാനിങ് പൊളിക്കാൻ വേണ്ടിയിട്ട് ജാൻസി കാത്തിരിക്കുകയായിരുന്നു. അവിടെയാണ് 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 7ാമത്തെയും അവസാനത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ജാൻസിയും കൂട്ടരും രാത്രിയിൽ കാടിന്റെ പല ഭാഗത്തും ക്യാമറ വെച്ചിരിക്കുന്നതാണ്. ഉത്തരക്കടലാസുമായിട്ട് പോകുന്ന വണ്ടി എവിടെയെങ്കിലും നിർത്തി എന്തെങ്കിലും സ്കാം അവർ നടത്തുകയാണെങ്കിൽ ഇവർക്ക് ക്യാമറയിൽ കാണാം. അങ്ങനെ എക്സാം ആരംഭിച്ചു. എല്ലാ കുട്ടികളും എക്സാം എഴുതാൻ വന്നു. കൂട്ടത്തിൽ ശക്തിവേലിന്റെ മകൾ ശ്രീനിധിയും. OMR എക്സാം ആയിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഉത്തരക്കടലാസുമായിട്ട് വണ്ടി പോകാൻ സമയമായി. ഇളങ്കോവൻ ഈ ഡീറ്റെയിൽസ് എല്ലാം ജാൻസി അറിയിക്കുന്നു. എന്നാൽ ആ സമയം ഇളങ്കോവൻ ഇങ്ങനെയൊന്ന് സംസാരിക്കുന്നത് മറ്റൊരു പോലീസുകാരൻ കാണുന്നു. ഇളങ്കോവനും ജാൻസിയെ സഹായിക്കണമെന്ന് മനസ്സിലാക്കി ആ പോലീസുകാരൻ ഇളങ്കോവനെ അടിക്കുന്നു. ഇളങ്കോവന്റെ കയ്യിൽ നിന്നും ജാൻസിയുടെ ആ നമ്പർ എടുത്തിട്ട് ആ ഫോൺ ട്രാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ആ ഏരിയയിലേക്ക് ആളുകളെ അയക്കാൻ ഈ പോലീസുകാരൻ തീരുമാനിച്ചു. ഉത്തരക്കടലാസുമായിട്ട് വണ്ടി നേരെ കാട് വഴി പോവുകയായിരുന്നു. ജാൻസിയും കൂട്ടരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവർ ആ ബാരിക്കേഡുകൾക്കിടയിൽ വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും സ്കാം നടത്തുന്നോ എന്ന് കണ്ടുപിടിക്കാൻ. എന്നാൽ അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ നടന്നില്ല. ആ ബാരിക്കേഡുകൾ ഒന്നും തന്നെ റോഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചില്ല. വണ്ടി റോഡും കടന്ന് നേരെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അവർ പ്രതീക്ഷിച്ച പോലെ ആന എവിടെ നിന്നെങ്കിലും അത് റോഡിലേക്ക് ഇറങ്ങിയില്ല. എന്നാൽ അവിടെ അടുത്തായിട്ട് ആ ദുരൈരാജ് നിൽപ്പുണ്ടായിരുന്നു. അയാൾ ജാൻസി വെച്ചിരുന്ന ക്യാമറയിൽ നോക്കി അവളെ വെല്ലുവിളിക്കുന്നു. നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി ഞങ്ങൾ മനഃപൂർവ്വം ഇട്ടുന്ന ഓഡിയോ ക്ലിപ്പാണ് അതൊന്നും, അല്ലാതെ ഇവിടെ വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുമാണ് അയാൾ പറയുന്നത്. ഇവരുടെ സ്കാം പുറത്തു കൊണ്ടുവരാനുള്ള ഏക വഴിയായിരുന്നു അത്. അതും അടഞ്ഞതിൽ ജാൻസിക്ക് ശരിക്കും ദേഷ്യം വരുന്നു. ശരിക്കും ഇവർ സ്കാം നടത്തുന്നത് മറ്റൊരു ഏരിയയിൽ വെച്ചായിരുന്നു. ഉത്തരക്കടലാസുമായിട്ട് പോകുന്ന വണ്ടി ജങ്കാറിൽ കയറി വേണം അക്കരെ എത്താൻ. ആ വണ്ടിയുടെ കൂടെ കുമരേശൻ ഇരിക്കുന്ന മറ്റൊരു വണ്ടി കൂടി ഉണ്ടായിരുന്നു ആ ജങ്കാറിനുള്ളിൽ. ഇവർ കാശ് വാങ്ങിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർ പ്രത്യേകം OMR ഷീറ്റ് നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അവിടെ വെച്ച് തന്നെ എഴുതി ചേർത്തിട്ട് ഇവർ കാശ് വാങ്ങിയ കുട്ടികളുടെ OMR ഷീറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. കറക്റ്റ് ആൻസേഴ്സ് എഴുതിയ ആൻസർ ഷീറ്റ് ആയിരിക്കും ഇപ്പൊ കുട്ടികളുടെ പേരില് അവിടെ ഒന്നും കൊണ്ടുപോകാൻ പോകുന്നത്. ഇതിനെല്ലാം ഇവർക്ക് കൂട്ടുന്നോണ്ടിരുന്നത് ആ SP വിനോദായിരുന്നു. എന്നാൽ വിനോദാകട്ടെ കുമരേശനോട് ചോദിക്കുന്നുണ്ട്, ഓരോ കുട്ടികൾക്കും ഓരോ സീരീസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കിട്ടുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം പലർക്കും പല ഓർഡറിലായിരിക്കാം. പിന്നെ എങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാവരുടെയും പേപ്പർ
പേപ്പർ ഫില്ല് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ വഴിയുണ്ടെന്നാണ് കുമരേശൻ പറയുന്നത്. കൂടാതെ SP വിനോദ് ചോദിക്കുന്നുണ്ട്, ഓരോ കുട്ടികൾക്കും ഓരോ OMR ഷീറ്റ് അല്ലേ, അതിനെല്ലാം ബാർകോഡും ഇല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ആ ബാർകോഡ് അടങ്ങിയ OMR ഷീറ്റ് എവിടെ നിന്ന് കിട്ടി? എക്സാം ഹാളിൽ നിൽക്കുന്ന സാറും ഇവരുടെ തന്നെ ആൾക്കാരായിരിക്കും. കാശ് വാങ്ങിയ കുട്ടികളുടെ രജിസ്റ്റർ നമ്പറും OMR ഷീറ്റും എല്ലാം തന്നെ പെക്സിൽ വെച്ചിരിക്കുന്ന ക്യാമറയിലൂടെ അവർ ഫോട്ടോ എടുക്കും. അത് ആസാമിലുള്ള ഈ ബാർകോഡ് പ്രിന്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ഇവർ അയച്ചു കൊടുക്കും. അവിടെയും ഇവരുടെ ആൾക്കാരുണ്ട്. അവരപ്പം തന്നെ ആ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുകയും ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. കുമരേശനും കൂട്ടരും അതിവിടെ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കും. OMR ഷീറ്റ് ക്രിയേറ്റ് ചെയ്യും. പലയിടങ്ങളിലും കാശ് കൊടുത്ത് ആൾക്കാരെ കൂടെ നിർത്തിയത് കൊണ്ടാണ് ഇവർക്ക് ഈ സ്കാം കംപ്ലീറ്റ് ആയിട്ട് നടത്താൻ പറ്റിയത്. ജാൻസി തങ്ങളെ തടയാൻ ശ്രമിച്ചിട്ടും കറക്റ്റ് ആയിട്ട് സ്കാം നടത്തിയ സന്തോഷത്തിലായിരുന്നു കുമരേശനും കൂട്ടരും. എന്നാൽ ഇവിടെ ജാൻസി അന്വേഷിച്ച് ശേഖർ പോകുമ്പോൾ ആ കൂട്ടത്തിലേക്ക് ചെഴിയ എന്ന് പറയുന്ന ആ പോലീസുകാരനും കയറുന്നുണ്ട്. ശക്തിവേലി ജാൻസിയോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ എന്തെങ്കിലും നടന്നുവെന്ന്, അതോ നമ്മൾ തോറ്റുപോയോന്ന്? എന്നാൽ നമ്മൾ തോറ്റൊന്നും പോയിട്ടില്ലെന്നും നമ്മൾ വിജയിച്ചൊന്നുമാണ് ജാൻസി പറയുന്നത്. ജാൻസി അവർ പറ്റിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ജാൻസിക്ക് ഒരു പ്ലാൻ B ഉണ്ടായിരുന്നു. അതായിരുന്നു തലേന്ന് രാത്രി അവൾ മല്ലിയെ SP വിനോദിന്റെ കാറിൽ പറഞ്ഞു വിടാൻ കാരണവും. SP വിനോദിനെ ഓൾറെഡി തന്നെ ജാൻസിക്ക് സംശയം ഉണ്ടായിരുന്നു, അയാളും ഈ സ്കാമിൽ പങ്കാളിയാണോ എന്ന്. അതുകൊണ്ട് മല്ലിയോട് മനഃപൂർവ്വം ജാൻസി തന്നെയാണ് പറഞ്ഞത്, എങ്ങനെയെങ്കിലും SP കൺവിൻസ് ചെയ്ത് അയാളുടെ വണ്ടിയിൽ വേണം നിങ്ങൾ വീട്ടിലേക്ക് പോകാനെന്ന്. എന്നിട്ട് അയാളുടെ കാറിൽ ഒരു ഹിഡൻ ക്യാമറ വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ മല്ലി ചെയ്തു. അയാളുടെ കാറിൽ ഹിഡൻ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ SP വിനോദും കുമരേശനും എല്ലാം ചേർന്നിരുന്ന് ആ ഉത്തരക്കടലാസ് മാറ്റുന്നതും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതുന്നതും എല്ലാം തന്നെ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എല്ലാം തന്നെ ജാൻസി ഒരു പെൻഡ്രൈവിലേക്ക് ആക്കുന്നു. അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം സ്കാമും പുറത്തു വരും. അങ്ങനെ പെൻഡ്രൈവുമായിട്ട് ജാൻസി അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് ആ ശേഖർ എന്ന് പറയുന്ന പോലീസുകാരൻ അവിടേക്ക് വരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ജാൻസി നിൽക്കുമ്പോഴാണ് ചെഴിയാൻ പെട്ടെന്ന് ശേഖറിന്റെ തലയിൽ തോക്ക് വെക്കുന്നത്. ജാൻസി ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ചെഴിയാൻ ജാൻസിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ നിങ്ങൾ മല്ലിയല്ല എന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന്. ഇളങ്കോവനോട് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് നിങ്ങൾ നടത്തുന്ന അന്വേഷണത്തെ പറ്റി ഞാൻ അറിഞ്ഞത്. നേരിട്ടല്ലെങ്കിലും നിങ്ങളെ ഞാനും ഒരു രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇളങ്കോവന് പല ഡീറ്റെയിൽസും കൈമാറിക്കൊണ്ടിരുന്നത് ഈ ചെഴിയാനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഈ തെളിവുമായിട്ട് മേലധികാരികളെ കാണണമെന്ന് ജാൻസിയോട് അയാൾ പറയുന്നു. എന്നാൽ അപ്പോഴേക്കും കുമരേശനും കൂട്ടരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജാൻസിയും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് കുമരേശനും കൂട്ടരും അവരെ ഷൂട്ട് ചെയ്യുന്നു. ജാൻസിയുടെ കൂടെയുള്ള ചിലർക്കൊക്കെ പരുക്കുപറ്റി. കുമരേശനും ജാൻസി എറിഞ്ഞു വീഴ്ത്തി. പക്ഷേ ധൈര്യം വിട്ടുകളയാതെ ജാൻസി പോരാടി. കുമരേശനെ ആക്രമിച്ച് വീഴ്ത്തിയ ശേഷം അവൾ തെളിവുകളുമായിട്ട് അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഈ സ്കാമിനെ പറ്റിയുള്ള ന്യൂസുകളെല്ലാം തന്നെ അവൾ പുറത്തുവിട്ടു. ന്യൂസ് ചാനലിലെല്ലാം തന്നെ അതായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. കുമരേശൻ ഒളിവിലായിരുന്നു. കുമരേശനെ അന്വേഷിച്ച് പല ആൾക്കാരും പല ദിശകളിലേക്കും പോയി തുടങ്ങി. എന്നാൽ അപ്പോൾ കുമരേശന് ഒരു കോള് വരുന്നു. ശരിക്കും നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ആ അൺനോൺ നമ്പറിൽ നിന്ന് എല്ലാരും വിളിച്ചുകൊണ്ടിരുന്നത് കുമരേശനാണെന്നാണ്. എന്നാൽ കുമരേശന് മുകളിലായിട്ട് മറ്റാരും ഉണ്ടായിരുന്നു. അയാൾ കുമരേശനോട് പറയുന്നുണ്ട്, നീയും മരിക്കാൻ സമയമായി എന്ന്, ആത്മഹത്യ ചെയ്തുകൊള്ളാൻ. ആകെ സങ്കടത്തോടു കൂടി കുമരേശൻ അവസാനമായിട്ട് തന്റെ സഹോദരി ഒന്ന് കോൾ ചെയ്ത ശേഷം തന്റെ അമ്മ മരിച്ച അതേ നദിയിലേക്ക് എടുത്തു ചാടുന്നു. അമ്മ മരിച്ച പോലെ തന്നെ ആ നദിയുടെ അടിയിലുണ്ടായിരുന്ന ഒരു മീനിനെ എടുത്ത് വിഴുങ്ങുകയും ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കാം കണ്ടുപിടിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കള്ളക്കേസിൽ 8 വർഷമാണ് ജാൻസി ജയിലിൽ കിടന്നത്. അന്നവൾക്ക് എക്സാമിന് നല്ല മാർക്കുണ്ടായിരുന്നു. ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിവൾ ചെയ്ത നല്ല കാര്യം കൂടി കണക്കിലെടുത്ത് അവൾക്ക് പോലീസിൽ ഒരു പദവി കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. തെറ്റായ വഴിയിലൂടെ DSP ആയി മാറിയ മല്ലിയാകട്ടെ തന്റെ DSP പദവി രാജിവെച്ചു. തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാനായിരുന്നു മല്ലിയുടെ തീരുമാനം. അങ്ങനെ താൻ ആഗ്രഹിച്ച പോലെ പോലീസുകാരിയായ സന്തോഷത്തിലായിരുന്നു ജാൻസി. പക്ഷെ അപ്പോഴും തന്റെ അമ്മയെ അവൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവൾക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോള് വരുന്നു. നിങ്ങളിപ്പോൾ ഒറിജിനലായിട്ട് DSP ആയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ഞാൻ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ എന്നായിരുന്നു മറുപുറത്തുണ്ടായിരുന്ന ആൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അതോടെ ജാൻസിക്ക് മനസ്സിലായി യഥാർത്ഥ കുറ്റവാളി ഇപ്പോഴും പുറത്തുണ്ടെന്ന്. സീരീസിനൊരു സെക്കൻഡ് പാർട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഫൈനൽ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സീരീസിന്റെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.